Cutie the Hand Wash presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amardaveni Lice Kit, co-powered by Rajakumari Group. ഇന്നത്തെ എപ്പിസോഡ് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്ന് മുതൽ നമ്മള് രണ്ട് കരക്കാരായിട്ട് അങ്ങ് തിരിച്ചിരിക്കുകയാണ്. നമ്മളല്ല ചേച്ചിയോട് ഞാൻ പോയി പറഞ്ഞു, ചേച്ചി ഇത് കൂട്ടുകുടുംബമായിട്ട് ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് എഴുതി തന്നോ, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾക്കുള്ള എഴുതി തന്നു. അതുകൊണ്ട് ആ സമയത്ത് എന്നോട് പറഞ്ഞു പുകഞ്ഞ കൊള്ളി പുറത്ത് പോടാ. വളരെ മനോഹരമായ നൃത്തമല്ലേ? 90s കാലഘട്ടത്തിലല്ല, ഇത് ജെൻസി വൈബ് ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണ്. പറയട്ടെ, പിള്ളേരാ പ്രായം അറിയിക്കാതിരിക്കാനുള്ള ഒരു നമ്പർ അങ്ങനെ കരുതിയാ മതി. ഇതിന് വേറെ ഒന്നും കരുതണ്ട. പിള്ളേരത് പ്രായം അറിയിക്കാതിരിക്കാൻ വേണ്ടി അവര്, അതായത് ജെൻസി സംസാരവും തൈലത്തിന്റെ മണോ. അതെ, ഒരു സെക്കൻഡ്, 1 2 3 എണ്ണോ. അപ്പൊ ഒരുമിച്ച് ചിരിക്കണം. കോമഡി 1 2 3. അതെ, നിങ്ങളുടെ ടീമിലുള്ള ആളോട് പറഞ്ഞു കൊടുക്കും, അതാണ് ഗ്രൂപ്പ്, നമുക്ക് കാണുന്നില്ല. സോറി, നിങ്ങളെ കാണുന്നില്ല. അയ്യോ, അമ്പലം അതെന്തായിരുന്നു ആ മണി? ഇങ്ങനെ മണി അടി ഉണ്ടാവും ഇവിടെ. അപ്പൊ ഇതിന് കുറച്ച് സീരിയസ് ആയി എടുക്കുക. ചേച്ചി മണി കൊടുക്കുകയും മണി അടിക്കുകയും ചെയ്യും. ആദ്യമായിട്ടൊരു ഫോർമാറ്റ് തുടങ്ങുമ്പോ ഇതാണോ നിങ്ങൾ ഇങ്ങനെ? ആ പാവം കുട്ടികൾ നോക്കൂ, എന്ത് നല്ല അനുസരണമായിട്ട് അവർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരവരുടെ പ്രിൻസിപ്പാളിനെ പോലെ നമ്മൾ നമ്മുടെ പ്രിൻസിപ്പാളിനെ പോലെ. ഇതെന്താണെന്നറിയോ, എല്ലാ ടീച്ചറും ക്ലാസ്സിൽ വന്നിട്ട് പറയില്ലേ നിങ്ങളുടെ ക്ലാസ് പൊട്ട, അപ്പുറത്തെ കുട്ടികൾ അടിപൊളിയാണ്. അതുപോലെ ചേച്ചി. അതെ, ഇവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവര് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഭദ്ര സ്കൂൾ ഓഫ് ആർട്സ് എന്നാണ് ഡാൻസ് ടീമിന്റെ. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഞങ്ങളുടെ ഈ കര, ഇത് തെക്കേക്കര. എന്നാ ഞങ്ങള് വടക്കേക്കര ആണല്ലോ. അപ്പൊ ഈ തെക്കേക്കരയിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം.
അത്രേ ഉള്ളൂ. ഇവിടെ വന്നാ full അപ്പന്മാരോടെ പോണത് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. ഇവിടെ ഹോസ്റ്റൽ വൈബും അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് പോസ്റ്റ് വൈബ്. വൃദ്ധസദനവും. നിങ്ങൾക്ക് ചിരിക്കണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം. അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. അഴകുള്ള ചക്കയിൽ ചുളയില്ല. ഏതാണ് ഞാൻ ചിരിച്ചിരിച്ച. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഹലോ മിസ്റ്റർ അർജുൻ, സുഖമല്ലേ? ഞാൻ അങ്ങോട്ടേക്കാണ് ചോദിക്കേണ്ടത്. അർജുൻ. മുഖം ഒരാളെ കണ്ടോണ്ട് ഞാൻ ചോദിക്കാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് മാഡ്നസ്. എവിടെന്നോ എന്തോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ശരിക്കും നോക്കിയപ്പോഴേ എന്തോ ഒരു കുറവ്, ഒരു വട്ടിന് ചെറിയൊരു കുറവുണ്ടെന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഒരു സീറ്റും വെറുതെ ഇരിക്കും, എന്നാ പിന്നെ ഇവിടെ ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. നല്ല കാര്യമാണ്. ഇങ്ങനെ ഓരോരോ മുഖങ്ങൾ നമുക്കും കാണാൻ സാധിക്കട്ടെ. പലരും നമ്മുടെ കൂടി ഒരു ഫാമിലിയിൽ ജോയിൻ ചെയ്ത് വരട്ടെ. ഇത് കലാകാരന്മാരുടെ കുത്തൊഴുക്കാണ്. അത് മാത്രമല്ല, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കോമഡിയുടെ ഒരു യുദ്ധമാണ്. ഇനി മുഖത്തോട് മുഖം നോക്കി നമുക്ക് സംസാരിക്കാം. മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. ഇനിയെങ്കിലും ഞാൻ മാത്രമല്ല ചേച്ചി, ഞാൻ ഇയാളുടെ ഇതിലായിപ്പോയി. വാഴ നിറയുമ്പോ ചീര നിറയുമ്പോൾ പോയിരുന്നു. പക്ഷെ ഈ ആഞ്ഞിലി മരത്തിന്റെ സൈഡിൽ നിന്നിട്ട് ഞാൻ എനിക്ക് എന്റെ ചീര നനഞ്ഞില്ല. അവിടെ ഞാൻ ഇങ്ങ് മാറി. അവിടെ നന്നായിട്ട് നനയുന്നേ. മാത്രല്ല ഞാനേ ഈ കുട്ടിയാഗ്ലേറ്റിന്റെ കൂടെ നടന്ന് എന്റെ കോമഡിയുടെ സെൻസിന്റെ നിലവാരം അങ്ങ് താഴ്ന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി. 2 ടീം ആയപ്പോഴേ നിങ്ങൾ എല്ലാരും അവരുടേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി കാണിക്കുന്നു. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു വലിയ കൈയടി. താങ്ക് യു സോ മച്ച്. അപ്പൊ മക്കളെ, നിങ്ങളും ഡിസൈഡ് ചെയ്തോ. കുറച്ചുപേര് ഞങ്ങളുടെ കൂടെ, കുറച്ചുപേര് അവിടെ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അഖിൽ, നമ്മുടെ തെക്കേക്കരയുടെ വക ആദ്യത്തെ സ്കിറ്റ്, മണി സ്കിറ്റ് അങ്ങ് ഇറക്കാം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കാം. അങ്ങനെ ഇറക്കാൻ പാടില്ല. ആദ്യം നമ്മളുടെ ഫാമിലി സ്കിറ്റ് വരട്ടെ, അത് കഴിഞ്ഞിട്ട് കോമ്പറ്റീഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി സ്കിറ്റ് ആദ്യം വരട്ടെ. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അങ്ങ് ചിരിക്കാം. അതിനുശേഷം യുദ്ധം തുടങ്ങാം. പ്ലീസ് ഒരു മിനിറ്റ്, ഒന്ന് തുറക്കണേ പ്ലീസ്. ഇല്ലില്ല, എന്റെ ചാൻഡ് ഇരിക്കണില്ല, വെപ്രോളം ധൃതി പരവേശവും. ഒന്ന് തുറക്കണേ ചേട്ടാ പ്ലീസ്. അടക്കും, അതുകൊണ്ടാണ്. അടക്കുന്നു അല്ല, തുറക്ക്. അടക്കില്ലെങ്കിൽ ഞാൻ തുറക്കാൻ പറയുമ്പോ എനിക്ക് അത്യാവശ്യം ഞാൻ അത്യാവശ്യമായിട്ട് തുറന്നില്ല. സ്കൂട്ടർ ആരുണ്ടോ? അയ്യോ, സ്കൂട്ടർ ആരും കൊണ്ടുപോകും. അതന്നെയല്ലേ ഞാൻ നോക്കിക്കോളൂ. ഇല്ലല്ല, അത് നോക്കാൻ പറ്റൂല. ഇല്ലല്ല, അത്യാവശ്യം നടക്കൂല. തുറക്ക്, ഇല്ലെങ്കിൽ അടക്കൂ. എന്റെ ദൈവമേ, എങ്ങനെയാണ് സഹകരിക്കും പ്ലീസ്. ഇല്ലല്ല, അങ്ങനെ പറ്റൂല. അങ്ങനെ തുറക്കാൻ പറ്റില്ല, അവിടെ അടച്ചു പോകുന്നു. എടോ, എനിക്ക് സിഗ്നൽ കിട്ടാതെ ഞാൻ തുറക്കില്ല. സിഗ്നൽ വേണമെങ്കിൽ ഞാൻ തരാം. സിഗ്നൽ കൊടുത്ത് നല്ല പരിചയമുള്ളത്. മിക്കയിടത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സിഗ്നൽ അല്ലേ? ആ സിഗ്നൽ അല്ല പറഞ്ഞത്. എനിക്ക് റെയിൽവേന്ന് സിഗ്നൽ ഇട്ടണം, എന്നാ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു സുഹൃത്തെ, ഒന്ന് സഹകരിക്കൂ. അതുകൊണ്ടാണ്. ഹലോ, നിങ്ങൾ പറയുമ്പോ സഹകരിക്കാൻ ആളല്ല ഞാൻ, മനസ്സിലായില്ലേ? എനിക്ക് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടാണ്, എന്നാലേ ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കണേ. എന്നിട്ട് സഹകരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഈ സഹകരണം എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ. എനിക്ക് കഴിഞ്ഞ ദിവസം റേഷൻ കടന്ന് ഞാൻ ഇച്ചിരി സാധനം മേടിച്ചു. അവിടുത്തെ തലേ വെക്കാൻ എനിക്ക് ഒറ്റക്ക് പറ്റാണ്ട് ഒരു ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഒന്നും സഹകരിക്കണോ. അത് വലിയ വിഷയം. അത് ശരി, അതുകൊണ്ട് വലിയ കേസ് കെട്ടാക്കി അവരെടുത്ത്. സഹകരണം എന്നുള്ള വകുപ്പും ഇതൊക്കെ എടുത്ത് കളയണം. അതെ, നിങ്ങൾ പറയുമ്പോ തുറക്കാനും അടക്കാനും എനിക്ക് സർക്കാർ ശമ്പളം തരുന്ന ഡ്യൂട്ടിക്ക് വെച്ചേക്ക. അതിന് നിങ്ങൾ പറയുന്നത് ചെയ്യാനല്ല സുഹൃത്തെ. ഈ സർക്കാർ ശമ്പളം തന്നെ ഉണ്ടല്ലോ. അതെ, ഞങ്ങളെ പോലുള്ള ആൾക്കാർ പണിയെടുത്തിട്ട് വൈകുന്നേരം ബിവറേജിൽ കൊണ്ട് കൊടുക്കണം. ആ കാശാനെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മേടിച്ചോണ്ട് പോകണം. അതിന് ഞാനേ കേരളത്തിൽ നിന്നല്ല ശമ്പളം പിടിക്കുന്നത്, എനിക്ക് ശമ്പളം കേന്ദ്രത്തിൽ നിന്നാ. അതാണ് അഹങ്കാരാണ് നിങ്ങൾക്ക്. നിങ്ങൾ കേന്ദ്രൻ, ഞാൻ കേരളൻ. ആ ഒരു വിവേചനം നിങ്ങൾ കാണിക്കുന്നു. അതെന്താണ് പ്രശ്നം? നടക്കൂല, അങ്ങനെ തുറക്കാൻ പറ്റൂല. നിങ്ങൾ ഇഷ്ടത്തിനുള്ളതല്ല. സുഹൃത്തെ, അയ്യോ, ഉറപ്പായിരുന്നു അട കിട്ടുമെന്ന്. എനിക്ക് ഉറപ്പായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ തട്ടുകിടയുണ്ടോ? അതങ്ങനെ വെച്ച് അട കിട്ടുമെന്ന് പുള്ളി അത് തിന്ന അടയല്ല, ഗേറ്റ് അട കിട്ടുന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. തുറക്ക്. ഇല്ല, തുറക്കാൻ പറ്റില്ല. നിന്റെ ഒരാളുടെ മേക്കപ്പിന്റെ കുഴപ്പമാണ്. എവിടെയെങ്കിലും പോവാൻ നിന്ന് കഴിഞ്ഞാല് അപ്പൊ പോയി കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കും. നിസ്സാര സമയമാണ് നിൽക്കുന്നത്. 3 മണിക്കൂറാണ് നീ കണ്ണാടിന്റെ മുമ്പിൽ ചെലവഴിച്ചത്. ഇതെന്ത് കാര്യക്കാരാണ് ഈ കണ്ണാടിന്റെ മുമ്പിൽ ഇങ്ങനെ 3 മണിക്കൂർ നിൽക്കുന്നത്? പേടിക്കൂലേ? ഒരാള് കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് 3 മണിക്കൂർ നിൽക്കുമ്പോ നമുക്കൊരു പേടി വരില്ലേ? അതങ്ങനെ ഉണ്ടാവൂലേ? അല്ലേട്ടാ, ധൃതി പിടിച്ച് ഞങ്ങൾ ഒരു എന്താ പ്രശ്നം? എന്താ? ഇവളുടെ അമ്മായിയെ മോളെ പോലെ കണ്ടിരുന്ന എടുത്ത് വളർത്തിയിരുന്നതാണ്. അമ്മായി ഇപ്പൊ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്.
എവിടെ ആറ്റിങ്ങൽ സ്റ്റേയില ആറ്റിങ്ങൽ സ്റ്റൈലല്ല അത്യാസന്ന നിലയിൽ കിടക്കാണ്, വായു വലിച്ചോണ്ടിരിക്കാണ്. ആ. അപ്പൊ അമ്മായി മരിക്കണേക്ക് മുമ്പ് കണ്ണടക്കണേക്ക് മുമ്പ് ഇവളെ ഒരു നോക്ക് കാണണമെന്ന് പറഞ്ഞു. ആ. അതിന് വിളിച്ചതാണ്. എന്നിട്ടാണ് അവള് 3 മണിക്കൂർ കണ്ണാറുടെ മുമ്പിൽ പോയി നിന്നത്. അപ്പൊ മേക്കപ്പെട്ട നന്നായി. എന്താ അപ്പൊ മേക്കപ്പെട്ട നന്നായി. എന്താണ് ഈ അമ്മായി മേക്കപ്പെട്ട എന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴങ്ങനെ അറ്റാക്ക് വീണ് ചത്തുപോയാൽ അതൊക്കെ ഒരു ധാരണയുണ്ട് പെണ്ണുങ്ങൾക്ക്. പോടോ തുറന്നേരി തുറന്നേരി, ഞാൻ പോയേക്കാം. എന്തിനാ അത് തുറക്കാൻ പറ്റില്ല? പൊക്കോളാൻ പറഞ്ഞല്ല. പിന്നെ അവര് പറഞ്ഞു വെച്ചാൽ എനിക്കിത് തുറന്നു തരാൻ പറ്റുമോ? എന്റെ പൊന്നട എന്നെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ആ സാറേ, ഹലോ ഹലോ, ഇവിടെ റേഞ്ച്. ഹലോ ഞാൻ വെറുതെ വിട്ടതാണ് ഞാൻ കേട്ടാ. നിങ്ങളെ എനിക്ക് മനസ്സിലാവാൻ നിന്നെ എനിക്ക് മനസ്സിലാവാൻ ചുറ്റരുത്. നീ പിന്നെ ഇപ്പം കെട്ടിയതിലോട്ട് നടക്കണോണ്ടാ. അത് പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം അന്ന് അങ്ങനെ സംഭവിച്ചു പോയതാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പെണ്ണുങ്ങൾക്ക് ഉള്ളത് 3 വാക്കാണ്. സാഹചര്യത്തിന്റെ 3 വാക്ക് ഇതെടുത്ത് കളയണം. സാഹചര്യത്തിന്റെ സമ്മർദ്ദം, അച്ഛൻ സമ്മതിച്ചില്ല, സ്വന്തം ആങ്ങളെ പോലെ കാണണം. ഈ വാക്കെടുത്ത് കളഞ്ഞ് അതേ ആണുങ്ങൾ കേട്ടാ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടെന്നാ 12 വർഷം എന്റെ നെഞ്ചിലേറ്റ് നടന്ന. അതാണ് ഞാനിപ്പോ 2 അടിച്ചിട്ട് നടക്കണം, അറിയാവാ? അതിന്റെ സങ്കടം കൊണ്ട്. ഓ, അതാണല്ലേ. നീ ഞാനൊന്നും പറയാൻ പോണില്ല. ഇല്ല, കുറച്ചു നേരം കഴിയും. അയ്യോ, വണ്ടി ലേറ്റ് ആയിട്ടാണോ വന്നത്? ആ, ഇന്നലെ ഈ സമയത്ത് വരേണ്ട വണ്ടിയാണ് ഇന്ന് ഈ സമയത്ത് വരും. കുഴപ്പമില്ല, ഗരീബിനകത്ത് പോയാ തുറക്കാം. ഭഗീരഥൻ വരാതെ ഇനി പോക്ക് നടക്കും. ഭഗീരഥനല്ല, ഗരീബിനകത്ത് എന്നാ പറഞ്ഞത്. ആണോ? അവൻ പിന്നെ ഇയാളെന്താ ഈ തിരക്കിട്ട് ഇവിടെ കിടന്ന് കാണിക്കുന്നത്? എനിക്ക് ഒന്ന് തുറന്നുവിടാൻ ഞാൻ പറഞ്ഞ ഇയാൾ സമ്മതിക്കുള്ളൂ. അല്ല, എന്താ ഇത്ര അത്യാവശ്യം അപ്പുറത്തോട്ട് പോകാൻ? നമുക്ക് മരുന്ന് മേടിക്കും. കേട്ടാ, അതൊന്ന് തുറന്നു കൊടുക്കും. പുള്ളി പോട്ടെ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. എന്തിന്? പുള്ളിക്ക് മരുന്ന് മേടിക്കാനാണ്. മരുന്ന് മേടിക്കാനാ? ആ. താൻ എന്ത് മരുന്നാ വിചാരിച്ചേ? ആ മരുന്നല്ല, ഈ മരുന്ന് മേടിക്കാനാണ് പുള്ളിക്ക്. മദ്യം മേടിക്കാൻ? താനെന്താണോ പറഞ്ഞത്? അമ്മക്ക് മരുന്ന് മേടിക്കാനാണ് പറഞ്ഞത്. അമ്മക്ക് മരുന്ന് മേടിക്കാനല്ല, അമ്മക്ക് നമുക്ക് എടോ, ഇങ്ങനെ കള്ളു കുടിച്ചാലേ തന്റെ കരള് പോവും. അയ്യോടോ, ഉണ്ടായിരുന്ന ഒരു കരള് പോയി. എന്താ? അല്ല, കരണ്ട് പോയാ? കരള് ഇപ്പൊ പോയി. എന്നിട്ട് മാറ്റി വെച്ചില്ലേ? ഇല്ല, അത് വേറൊരാക്കെടുത്ത് മാറ്റി വെച്ചു. എനിക്ക് മനസ്സിലാവണില്ല. സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ അവൾ അതിന്റെ പുറകെ അല്ല, വേറെ കരള് മാറ്റി വെക്കാൻ തോന്നി. അല്ല, സാറിനെ മനസ്സിലാവണ്ടുള്ളൂ, എനിക്കെല്ലാം മനസ്സിലായി. ഇതേത് ട്രെയിനാ? ഓ, ഇതേത് ട്രെയിനാന്ന്? ദുരന്തം. ഇവിടെ ഒരെണ്ണം നിൽക്കുമ്പോഴാ എന്ത് ദുരന്തം? ദുരന്തല്ല, ദുരന്തോ എക്സ്പ്രസ്, അതാ പോയത്. ആ, എക്സ്പ്രസ് പോലെ പോണത്. അതെ ചേട്ടാ, ഇനി തുറന്നു ട്രെയിൻ പോയല്ലോ. ഇല്ല, ഇതിന്റെ പുറകെ വേറെ ട്രെയിൻ കൂടി ഉണ്ട്, അത് പറ്റി തുറക്കാൻ പറ്റുമോ? അയ്യോ, ഇതെന്തൊരു കഷ്ടമാണ്. ഭാരം പിടിയല്ലാത്ത രീതിയിലാണുള്ള. നമ്മളിനി അടുത്ത ട്രെയിനിന് ഒരു മാസം നമ്മൾ കാത്തു നിൽക്കണ്ടേ അല്ലേ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോണ്? കുടുംബജീവിതം അടിപൊളിയായിട്ട് പോണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ പരാജയപ്പെടും, രക്ഷയില്ല. അതെങ്ങനെ ലൈഫൊക്കെ എങ്ങനെ? കല്യാണമൊക്കെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അയ്യോ, എന്ത് പറ്റി? അത് ഓരോരോ പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നങ്ങള്? ചില സാമ്പത്തിക സാഹചര്യങ്ങൾ, പ്രത്യേക സാഹചര്യങ്ങൾ. പിന്നെ ആങ്ങളിനെ പോലെ കാണണം, അച്ഛൻ സമ്മതിച്ചില്ല. ഓ, കാമുകി ചതിച്ച്. അങ്ങനെയുള്ള കാമുകി ചതിച്ച്. ഓ, ചതിച്ചെന്ന് പറഞ്ഞാലും ഉണ്ട് എന്റെ പൊന്നു. ചതിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ 10-12 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈക്കിളിലൊക്കെ നടന്നതാണ്. പിന്നെ അങ്ങ് തേച്ച് കതച്ച്, ഓ, പിച്ചി എടുത്ത് താഴേക്കിട്ട് ചവിട്ടി കൂട്ടി നേരെ ഭിത്തിയിലൊട്ടിച്ച് ആ റൂട്ടിൽ പോയി. ആ റൂട്ടിൽ അവളെ കേട്ടില്ല. അവളൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കും. നശിച്ച് നാരായണ കല്ല്. എന്താടി ഓണ്ടെന്ന് പറഞ്ഞ ഗേറ്റ് തുറക്കണ്ടേ? ആ, അയ്യോ എടി, നിന്റെ ആങ്ങളെ വിളിക്കണല്ലോ. അവിടെ നിന്നായിരിക്കുള്ളൂ. വിളിച്ചേ. ഹലോ അളി. ഹലോ ഹലോ അളിയാ, കേക്കലുണ്ടോ? ഹലോ, ഞങ്ങളിവിടെ ഗേറ്റിന്റെ അടുത്ത് നിൽക്കാണ്. ആ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് വെള്ളവടി നിർത്തി നല്ലൊരു പെങ്കൊച്ചിനെ നോക്കി കെട്ടിക്കോണം. സമാധാനം വടി നിർത്തി കെട്ടിക്കോണം. നിന്നെ പോലെ അല്ലടി ഞാൻ. ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ള അവളെ എനിക്ക് കെട്ടാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ട, അറിയാവോ? അങ്ങനെ വിഷമിക്കല്ലേ, വിഷമിക്കല്ലേ. കഴിഞ്ഞത് കഴിഞ്ഞു ചേട്ടൻ. നല്ല കുട്ടിയായിട്ട് ജീവിക്ക് പ്ലീസ്. നമ്മൾ എന്തെല്ലാം സ്വപ്നം കണ്ടാണ് നിനക്കറിയാം. ആണ്, എനിക്കറിയാം.
അനിയത്തിപ്രാവ് സിനിമയിലെ പോലെ കുഞ്ചാക്കോ പോവാൻ ആ ബൈക്കിലിരുത്തി പുറകിരുത്തിക്കൊണ്ട് ലോകം ചുറ്റും എന്തെല്ലാം. അത് നടന്നില്ല. പോട്ടെ, അടുത്ത പെണ്ണിനെ കെട്ടി അങ്ങനെ ആക്കാലോ. നിനക്കറിയാവോ, ഈ ഹൃദയത്തിൽ ഒരു ഡോറ് പണിതിട്ട് അതിനകത്ത് നിന്നെ കയറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു താക്കോലിട്ട് പൂട്ടി ഏതെങ്കിലും ഉത്തരത്തെ കൊണ്ടിടണമെന്നൊക്കെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ. ഞാനിട്ടിപ്പോ എല്ലാം നശിപ്പിച്ചില്ല. ആ നിനക്ക് നിങ്ങളെ പെണ്ണുങ്ങളല്ലല്ലോ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റൂല. ഏട്ടാ അങ്ങനെയൊക്കെ പറയല്ലേ. ഈ റെയിൽവേ ട്രാക്കിന് മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയല്ലേ. നിനക്കൊരു കാര്യം അറിയാവോ, നിന്നെ കിട്ടാതെ വന്നപ്പം ഞാൻ ഈ റെയിൽവേ ട്രാക്കിൽ നിന്നും പാട്ട് പാടുമായിരുന്നു. അങ്ങനെ ഞാൻ പാടിപ്പാടി കുറച്ചുപേര് കണ്ടുപിടിച്ചാണ് ട്രാക്ക് ഗാനമേള. അതാണ് പിന്നീട് ട്രാക്ക് ഗാനമേളയായിട്ട് മാറിയത്. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ ചെയ്തത്. ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ. എന്താ ഏട്ടാ? അമ്മായി പോയി. അമ്മായി പോയി. അതെന്ത് വർത്തമാനാ പറയുന്നേ? നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ട് അമ്മ വയ്യാത്ത അമ്മായി എങ്ങോട്ട് പോയി? എനിക്ക് അത്ത് മുകളിലോട്ട് പോയത് മരിച്ചുപോയി അമ്മായി. അയ്യോ എന്റെ അമ്മായി പോയേ. എനിക്ക് എന്റെ അമ്മായിനെ ഇപ്പൊ കാണണം. ഏട്ടാ എന്റെ അമ്മായിനെ എനിക്ക് ഇപ്പൊ കാണണം. ചേട്ടാ ഒന്ന് ഗേറ്റ് തുറന്നാ ചേട്ടാ, എനിക്ക് എന്റെ അമ്മായിനെ കാണണം. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും അവര് മരിച്ചു പോയില്ലേ, ഇനിയിപ്പോ ഇത്തിരി വൈകിച്ചെന്നാ എന്താ കുഴപ്പം? അതല്ല, ഞാൻ അവിടെ ചെന്നില്ലെങ്കിലേ നാത്തും ചെന്നിട്ട് അവരുടെ കഴുത്തിലും കായലുള്ള സ്വർണം മുഴുവൻ ഊരിക്കൊണ്ട് പോകും. സ്വർണത്തിന് വേണ്ടി ഐഡിയ ആണല്ലേ? ഇല്ലില്ല, ടൈം ആവാണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ചേട്ടാ ഇല്ലില്ല, ഇപ്പോഴാ ശീലമൊന്നും മാറിയില്ലല്ലേ? ഈ സ്വർണം കണ്ട പെണ്ണുങ്ങൾക്ക് ആർത്തിയാണല്ലോ. അല്ല ആ ശീലം ഞാൻ അയ്യോ ഇവള് സ്വർണ്ണം എന്ന് പറഞ്ഞ കമന്നടിച്ച് വീഴും. ആണല്ലേ? പിന്നെ എന്താ പേരെന്താ പറഞ്ഞ? രത്നൻ. രത്നം കണ്ട അപ്പൊ ചാടി. നമ്മുടെ പേരെന്താണ്? തങ്കൻ. അത് കറക്റ്റാ. അല്ലെങ്കിൽ തങ്കത്തിനേക്കാൾ കൂടുതൽ വില രത്നത്തിനാണല്ലോ. ചേട്ടാ ട്രെയിൻ പോയി. ചേട്ടാ വണ്ടി സ്റ്റാർട്ട്. തുറക്ക. എടേ ചേട്ടാ വണ്ടി സ്റ്റാർട്ടാക്കി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയാൻ താക്കോല് നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നത്? അയ്യോ താക്കോല് അത് താഴെ പോയി. താക്കോല് താഴെ പോയി. എന്താണ് ഈ കൊച്ചു പിള്ളേരെ പോലെ? അതുകൊണ്ട് എവിടെ കളത്തി? ഇവിടെ എവിടെയോ. എടിയാ ഇവിടെ എവിടെ നോക്കണേ. എവിടെയാണ് കൊണ്ട കളഞ്ഞത്? നമ്മൾ ഈ ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തം മാറ്റി പറയേണ്ടി വരും. അല്ല നമ്മൾ ഈ മുകളിൽ നിന്ന് സാധനം താഴേക്കല്ലേ വന്ന് വീഴണത്? അതെ. ഇതൊരു സാധനം താഴേന്ന് മേളിലേക്ക് പോയിട്ടുണ്ട്. അതേ സാധനം. ഈ താക്കോല് എവിടെ കിടക്കുന്നു? നിന്റെ കയ്യിൽ പിടിക്കാൻ വെച്ച് താക്കോൽ എങ്ങനെ മേളിലോ അറിയില്ല. എന്താണ് ആ താക്കോൽ എടുത്തിട്ട് ഞങ്ങക്ക് പോകണ്ടേന്. ഒന്ന് താത്തി കൊടുക്കിയേട്ടാ. ഇത്രയും നേരം നീ എന്താ പറഞ്ഞേ? പൊക്കാനാണ്. ഇപ്പൊ എന്താ പറയണേ? താത്ത. നീ പറയുമ്പോ പൊക്കാനും താഴ്ത്താനും അല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ല അങ്ങനെ പറയരുത്, ഞങ്ങൾ ഒരു മരണാവശ്യത്തിന് പോണതാണ്. ഇല്ലില്ല, എന്നിട്ട് ഇവിടെ ചെന്നിട്ട് കാര്യമുള്ളതാണ്, അതുകൊണ്ടാണ് സുഹൃത്തെ. സിഗ്നൽ കിട്ടാതെ എനിക്ക് താഴ്ത്താൻ പറ്റില്ല. ഈ സിഗ്നൽ എപ്പോ വരും? അത് പറയാൻ പറ്റില്ല. 1 മണിക്കൂറും കഴിയാം. ഇനി 1 മണിക്കൂർ ഞങ്ങൾ ഇവിടെ താത്തി കൊടുക്കുകയാണ്. സാറ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർക്ക് അവിടെ ചടങ്ങുകളുള്ളതാണ്. ട്രെയിൻ വരുമ്പോഴേ താഴ്ത്താൻ പറ്റും, അല്ലാണ്ട് പറ്റൂല. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ അവിടെ ചെല്ലണം, അതല്ലേ പ്രശ്നം. 1 മണിക്കൂർ കഴിയും. 1 മണിക്കൂറൊക്കെ ഇവിടെ നോക്കി അത്രേ ഉള്ളൂ. എനിക്ക് മനസ്സിലുള്ളത് ഇതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായി പോയല്ലേ ഈ സാധനം. ചെയ്യത് എന്താണ് വണ്ടിയുടെ താക്കോല് പോയല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞാൻ ആ വഴിക്കാവണം, ഞാൻ വേണേ ഇറക്കി വിട്ടേക്കാം. അത് കൊള്ളാല. ആ ഏട്ടൻ പുറകെ വന്നാ മതി, സമയത്ത് എത്തിക്കണമല്ലോ, അതുകൊണ്ടാണ്. ആ പുള്ളിയുടെ ബൈക്കിൽ കയറി നീ അങ്ങോട്ട് പോയിക്കോ, ഞാനേ ഈ താക്കോൽ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ. അയ്യോ അന്യപുരുഷന്റെ ബൈക്കിലൊന്നും ഞാൻ കേറി അന്യപുരുഷനല്ല, നിന്റെ ആങ്ങളെയായിട്ട് കണ്ടാ മതി. ചെല്ലി എടി നീ അങ്ങോട്ട് കേറടി. കേറിപ്പോടി. ആങ്ങളെ പോലെ കണ്ടാ മതി. നിറം സിനിമയിലെ പാട്ട് വിട്ട് പോകാൻ പാ. എന്റെ പൊന്നു, ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. അവർക്കും ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ആർക്ക്? അല്ല, സാറിന്റെ സ്കൂട്ടറിന്റെ കീ മുകളിലല്ലേ കിടക്കണത്? അതെ. സാറിന്റെ ജീവിതത്തിന്റെ കീയും കൊണ്ട് അവര് പോയത് സാറേ. അല്ല എനിക്ക് മനസ്സിലായില്ല. സാറിന് മാത്രമേ മനസ്സിലാകാതുള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് സാറേ. അല്ല
ഇതെന്ത് കഥ? ഇപ്പൊ തന്നെ ഏകദേശം ഡ്യൂറേഷൻ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ഗേറ്റ് അട വരുമ്പോ ഞാൻ ആ കഥയൊക്കെ സാറിന് പറഞ്ഞു തരാം സാറേ. അപ്പൊ അതുവരെ വെയിറ്റ് ആൻഡ് സീ. അങ്ങനെയാണെങ്കിൽ അടുത്ത പരിപാടി നമുക്ക് കാണാനുള്ള സമയമായിരിക്കാണ്. അടുത്ത പരിപാടി എന്ന് പറയുമ്പോഴേ ഞാനിപ്പോ പുതിയതായിട്ട് വന്നല്ലേ ഉള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പുതിയതായിട്ടൊരു പരിപാടി പരീക്ഷിച്ചാലോ എന്ന് ഞാനും വിചാരിച്ചു. അപ്പോ ആ പരീക്ഷണത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നൊന്നും അല്ല, അങ്ങ് നോർത്തിൽ നിന്നും ഒരു ടീമിനെയാണ്. ടീം എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും കുറച്ച് ആൾക്കാരുണ്ടെന്ന്, പക്ഷെ ഒറ്റയ്ക്ക്. ആര്? അപ്പോ ജഡ്ജസ് പ്ലീസ് നോട്ട്, നോർത്തിൽ നിന്നും ഞങ്ങളുടെ കരയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇറക്കുന്നു അനു എബ്രഹാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അന്നു, ദ ഹിന്ദിക്കാരി മലയാളി. കണ്ടാൽ നല്ലൊരു പുരുഷനവന്, വേണ്ടാത്തരവും കോപവും വേരും. കണ്ടാൽ ജനത്തൊരു ശുണ്ടിയടിച്ചും രണ്ടാം വാക്കും കേരിയടിച്ചും, മീശ കൊമ്പും ലണ്ട കുരലും, ദേശത്തേക്കൊരു മുമ്പും വമ്പും. നോക്കണ്ട, നിങ്ങൾക്ക് മനസ്സിലായതിന്റെ പകുതി പോലും എനിക്ക് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി. സംഭവം പണ്ടത്തെ പുരുഷന്മാരുടെ ദേശത്തെ കുറിച്ചാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ കാലത്തെ ദേശം ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ഈക്വൽ ആയിട്ട് ദേശം വരും. ഒപ്പത്തിനൊപ്പം ബേബി ഫെമിനിസം. ശ്വേത ചേച്ചി, പണ്ട് ഉമ്മർ പറഞ്ഞ പോലെ ശാരദി, ഞാനൊരു വികാര ജീവിയാണ്. അതേപോലെ എല്ലാ മനുഷ്യരും ഒരു വികാര ജീവിയാണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസും ഒരു ആവശ്യമില്ലാത്ത വികാരമാണ് ദേഷ്യം. കാരണം ദേശത്തിൽ നമ്മൾക്ക് കിണറ്റിൽ ചാടാൻ പറ്റും, പക്ഷെ കിണറ്റിൽ കിടന്ന് ദേഷ്യപ്പെട്ടാൽ തിരിച്ചു കയറാൻ പറ്റും. പട്ടി ചന്തയ്ക്ക് പോയാൽ പോലെ അവിടെ കിടക്കും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണാൻ കിട്ടുന്നത് ഇവിടുത്തെ റോഡുകളിലാണ്. അതിന്റെ ഫസ്റ്റ് കാരണം ഇവിടുത്തെ പൊരിഞ്ഞ വെയിൽ. സോ ബൈ ഡിഫോൾട്ട് ഫേസ് എക്സ്പ്രഷൻ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പെട്ടത്തല്ല സഹിക്കാത്ത മേക്കപ്പ് ഇട്ട് റോട്ടിൽ ഇറങ്ങിയാലും വെയിലത്ത് എല്ലാരെയും കാണാൻ വേണ്ടിട്ട് മരുഭൂമിയിൽ നിൽക്കുന്ന. സെക്കൻഡ് കാരണം ഇവിടെ എല്ലാവർക്കും പോകാനുള്ള ധൃതിയാണ്. ശ്വേത ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സിഗ്നലിൽ നിൽക്കുമായിരുന്നു. റെഡ് ലൈറ്റ് മാറി ജസ്റ്റ് ഗ്രീൻ ലൈറ്റ് ആയി. വണ്ടി എടുക്കാൻ ഒരു 1/2 സെക്കൻഡ് താമസിച്ചപ്പം ബാക്കിൽ നിന്ന് വന്ന ഒരു വണ്ടി എന്റെ വണ്ടിയിൽ മുട്ടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രയ്ക്കും ധൃതിയാണെങ്കിൽ സൈഡിൽ നിന്ന് എടുത്ത് പോകായിരുന്നില്ലേ? അപ്പൊ അയാൾ എന്നോട് പറയുവാ, എനിക്ക് നല്ല തിരക്കുണ്ട്, മര്യാദയ്ക്ക് വണ്ടി നിൽക്കിക്കോ, അല്ലെങ്കിൽ നീ എന്റെ തനി കോണം കാണുന്നു. കുട്ടിച്ചേട്ടാ, അവന് സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത എന്നെ അവൻ ഈ പറഞ്ഞ സാധനം കാണിക്കോ? അല്ല, ആ സാധനം കുട്ടിച്ചേട്ടനോട് പറയൂ. എന്നാൽ റോഡ് മാത്രം അല്ല, ഈ ദേശം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അതിജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ദൈവം നമ്മൾക്ക് നമ്മളെ എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്ന മുതലുകളാണ് അമ്മായിമാർ. നോർത്ത് ഇന്ത്യ മാമിമാരെ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേരളത്തിൽ വന്ന് ഞാൻ മലയാളിനെ കല്യാണം കഴിച്ചു. വേണ്ടടാ, ഇവിടുത്തെ അമ്മായിമാരെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഹിന്ദി പഠിച്ചെന്നെ ചൊറിയാന്ന്. ശ്വേത ചേച്ചി, ഈ അമ്മായിമാർക്ക് ശരിക്കും തേച്ചൊരച്ച് കുളിച്ചാൽ മാറുന്ന ചൊറിയേ ഉള്ളൂ. പക്ഷെ പട്ടിയുടെ വാല് 12 കാലവും കുരലിട്ടാൽ അത് പലഞ്ഞേ ഇരിക്കും. അവർക്കൊരു സുഖം. എന്നാൽ റിലേഷൻഷിപ്സിലും അത് അമ്മായിമാരെ എന്തിനാ, ഞാൻ എന്റെ അമ്മായിയമ്മനെ പറയാം, മൈ മദർ ഇൻ ലോ എന്നോട് ഫുൾ ടൈം ദേഷ്യമാണ്, അതും മലയാളത്തിൽ. എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സെന്റൻസ് ഫ്രെയിം ചെയ്ത് വരുമ്പോഴത്തേക്കും മുഹൂർത്തവും സമയവും എല്ലാം. ഒരു ദിവസം എന്നോട് പറഞ്ഞു പപ്പടം കാച്ചാൻ. ഞാൻ അറിയാതെ അവരുടെ തൈലം എടുത്തൊരു ചൂടാക്കി പപ്പടം കാച്ചു. അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? അതിനവ ആ തള്ള എന്നോട് എന്തൊക്കെയാ പറഞ്ഞേ. ആ ദേശത്തിൽ ഞാൻ വീടിന്റെ അടുത്തുള്ള പാർക്കിൽ പോയിരുന്നു. അവിടെ ഒരു കൂട്ടർ പോലീസുകാര് ഏതോ ഒരു മർഡർ കേസിന്റെ അന്വേഷണം, ഒരു ദൃക്സാക്ഷിനെ അന്വേഷിക്കുവായിരുന്നു. എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് പറഞ്ഞത് അപ്പൊ തന്നെ സ്കെച്ച് ആർട്ടിസ്റ്റിനെ വിളിച്ചോണ്ട് വന്നു. നൈസായിട്ട് അമ്മായിയമ്മനെ വരപ്പിച്ചെടുത്തത് മാത്രമല്ല അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. എന്നോട് ആ കളി. എന്നാൽ അമ്മായിമാരും മാത്രമല്ല, റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും സേഫും റിസ്ക് ഇല്ലാതെ ദേഷ്യപ്പെടണമെങ്കിൽ ഭർത്താക്കന്മാരോട് ദേഷ്യപ്പെടണം. കാരണം ബാക്കി ആൾക്കാരോട് ദേഷ്യപ്പെട്ടാൽ അവർ തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങ് പോകും. ഭർത്താക്കന്മാർ അങ്ങനെയല്ല, എവിടെ പോകാനോ തിരിച്ചിങ്ങോട്ട് വരും. എനിക്ക് ദേഷ്യം വരുമ്പം എന്റെ ഭർത്താവ് വിപിൻ എന്നോട് പറയേണ്ടത്, എനിക്ക് ദേഷ്യപ്പെടണോ? പെറ്റോ അങ്ങനെ ആ 2 പെറ്റോ.
ഇപ്പൊ ദേശത്തിൽ കുറച്ച് കുറവാ. അതാണ് സേഫ്, റിസ്ക് ഇല്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇവർക്കും ദേഷ്യം വരും. കഴിഞ്ഞ ദിവസം ഞാനും വിപ്പിനും ലോങ് ഡ്രൈവിൽ പോയേക്കുമായിരുന്നു. എന്തോ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ടു റോഡ്. അപ്പൊ ഞാൻ ആസ് യൂഷ്വൽ കലവില. വിപ്പിൻ ഭയങ്കര സൈലന്റ്. ഏതോ ഒരു സിഗ്നലിൽ പോയി വണ്ടി നിന്നപ്പം ഏതോ ഒരു ഹിന്ദിക്കാരി ചോദിക്കാതെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ക്ലീനിങ് തുടങ്ങി. ആ ദേഷ്യത്തിൽ വിപ്പിൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ ബംഗാളികളെ കൊണ്ട് തോട്ടല്ലോ, സ്വന്തം ഇഷ്ടം അങ്ങ് തുടങ്ങിയേക്കുവാ. ആ ബംഗാളി വിളി എന്തോ എന്നെ കുത്തണ പോലെ ഭർത്താക്കന്മാരും കുട്ടിയ റിലേഷൻ ഈ പരസ്പരം അറിയാത്തവർ തമ്മിലും ദേഷ്യം തോന്നാം. ചേച്ചി ഫുഡ് ഡെലിവറി ആപ്പ് യൂസ് ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടോ? അതെ. ഇതില് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിലല്ല ഇവരുടെ ഇഷ്ടത്തിലാണ് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 100 രൂപയുടെ സാധനം മേടിച്ചാൽ ഇവർ പറയും 20 റുപ്പീസിന്റെ സാധനം കൂടി ആഡ് ചെയ്താൽ 80 റുപ്പീസ് ഡിസ്കൗണ്ട് തരാം. ഈ സമയത്ത് നിങ്ങൾ എത്ര പൈസക്കാരായാലും ഇതുപോലുള്ള സ്കീമിൽ അങ്ങ് വീണു പോവും. പിന്നെ നാണമില്ലാതെ 1/2 മണിക്കൂർ കുത്തിയിരുന്ന് 20 രൂപയുടെ സാധനം തപ്പിക്കൊണ്ടിരിക്കും. 30 രൂപയുടെ സാധനം 20 രൂപയുടെ സാധനം. കഴിഞ്ഞ ദിവസം എന്റെ വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ചേട്ടൻ എന്റെ വീട്ടിൽ കോളിംഗ് ബെൽ അമർത്തിയില്ല, കാലും കൊണ്ട് ചവിട്ടിയിട്ടാണ് ഡോറ് തുറന്നത്. ഞാൻ പറഞ്ഞു എന്താ മോനുസി ജാടയാണ്? അയാൾ പറഞ്ഞു 2 വർഷമായി ഈ ഏരിയയിൽ ഞാൻ ഡെലിവറി നടത്തുന്നു. ഇത്രയും വിവരമില്ലാത്ത ഓർഡർ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. കോൾഡ് കോഫിയുടെ കൂടെ ചപ്പാത്തി ആരാ ഓർഡർ ചെയ്യുന്ന? ഈ ബംഗാളി. ഞാൻ പറഞ്ഞു നീ എന്റെ പണി നോക്കി പോടാ. പറഞ്ഞു നിങ്ങളിത് എങ്ങനെ കഴിക്കുമെന്ന് കണ്ടിട്ട് ഞാൻ പോകത്തുള്ളൂ. അതുപോലെ ഇപ്രാവശ്യം വരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാൻ വന്ന ഓട്ടോ ചേട്ടൻ ഞാൻ ഹിന്ദിക്കാരിയാണെന്ന് അറിഞ്ഞിട്ട് വഴി മൊത്തം ഹിന്ദിക്കാരെ കുറിച്ച് കുറ്റം പറയുമായിരുന്നു. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എത്രയായി? അയാൾ പറഞ്ഞു 3.5 കോടി. അതിൽ എറണാകുളത്തെ ജനസംഖ്യ മാത്രം 35 ലക്ഷമാണ്. നിങ്ങൾക്ക് പോയി കൂടെ ഹിന്ദിക്കാരിന്ന്. ഞാൻ പറഞ്ഞു ചേട്ടന്റെ നാട് എവിടെയാ? അപ്പൊ പറയാ വെസ്റ്റ് ബംഗാൾ. സഹോദരോ നീയും എന്നെ പോലെ വർത്താനല്ലേടാന്ന് പറഞ്ഞപ്പോ പറയാ കേരളമാണ് ബംഗാളികളുടെ നാട്, നിങ്ങൾ ഹിന്ദിക്കാരിയില്ലേ, യു ഗോ ബാക്ക്. വണ്ടി എടുത്ത് പോണ സമയത്ത് അവരുടെ വണ്ടിയുടെ ബാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏത് കുത്തേക്ക ബച്ച പറഞ്ഞാലും ഞാൻ ദിനേശ. അപ്പൊ ഹിന്ദിക്കാരെ സ്നേഹത്തിലാണോ ദേഷ്യത്തിലാണോ ഗതികേടും കൊണ്ടാണോ ഇഷ്ടപ്പെടുന്നേ സഹിക്കുന്ന മലയാളികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയിൽ ഈ ഹിന്ദിക്കാരി ജീവിക്കാനായി പല വേഷങ്ങൾ കെട്ടിച്ചമച്ച് എഴുന്നള്ളി ഞാൻ നിങ്ങളുടെ മുന്നിൽ പലതും പറയും പലതും കാട്ടും, അത് കേട്ടാരും കോപിക്കരുത്. അക്ഷരത്തെറ്റും മണ്ടത്തരവും എല്ലാം കാണും, കോപിക്കരുത്. തിരുത്തി തന്നാൽ ജീവിച്ചു പൊയ്ക്കൊള്ളാമേ എൻ്റെ പൊന്നു നാട്ടുകാരെ. നന്ദി, നമസ്കാരം. ഞാനേ ഈ കോമഡി മാസ്റ്റേഴ്സിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഐ ഹവ് നെവർ സീൻ സച്ച് എ ഓസം സ്റ്റാൻഡപ്പ് കോമഡി. സൂപ്പർ. എന്താ അറിയോ, ഒരു ചെറിയ നമ്മളുടെ സാധാരണ ജീവിതത്തിന്റെ ചെറിയ അംശങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഭയങ്കര നിസ്സാരമായിട്ട് പറയണ്ടെങ്കിൽ എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളി, ഇറ്റ്സ് നോട്ട് ലാംഗ്വേജ്, യുവർ എക്സ്പ്രഷൻ, യുവർ ലവ്, യു ലവ്. ഈ ഒരു സ്നേഹം, നമ്മളുടെ നാട്ടിന്റെ പറ്റിയ ഒരു സ്നേഹം നിങ്ങൾ കാണിച്ചത്, അതിന് ഭാഷയല്ല. So proud of you, Anu. Thank you, Chie. Welcome to Comedy Masters. Thank you. ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി. നന്നായിട്ട് മലയാളം പറയാൻ അറിയാവുന്ന നമ്മൾ പോലും ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു. അത്ര അടിപൊളിയായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു സംസാരം. അമ്മായിയമ്മയുടെ സ്കെച്ച് വരച്ചു കൊടുത്തത് എന്തായിരുന്നു, അടിപൊളി, സൂപ്പർ. ശരിക്കും നാട് എവിടെയാ? ഇൻഡോർ, മധ്യപ്രദേശ്. ഏറ്റവും പറയാൻ പാടുള്ള ലാംഗ്വേജ് ആണ് മലയാളം. ആ മലയാളം ഇത്രയും നല്ല രസമായിട്ട്. അത് മാത്രമല്ല കുഞ്ചൻ നമ്പ്യാറിന്റെ ഈ നമ്മളുടെ എന്താ പറയാ ചൊല്ലുകൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു ആരാ പഠിപ്പിച്ചതെന്ന് എനിക്ക് അതൊക്കെയാണ്. BTS ആണ് അറിയേണ്ടത്. ഞാൻ യൂട്യൂബ് में देखा कि एक्चुअली मैं शायरी ढूंढ रही थी, बट എനിക്ക് शायरी മലയാളം नहीं मालूम. സോ ഞാൻ കുറെ ചോദിച്ചു പറഞ്ഞു, മലയാളംല शायरी ഇല്ല. സോ मैंने ഇങ്ങനെ കോമഡി പോലെ നോക്കിയപ്പം उसमें കുഞ്ചൻ നമ്പ്യാർ is the famous person who is the inventor of ഇങ്ങനത്തെ കോമഡി. तो मैंने ढूंढा
एंड देन हेल्प लिया कि देशम से रिलेटेड क्या है करके അങ്ങനെ കിട്ടി then ഞാൻ എഴുതി. അപ്പൊ ഒരു നല്ല കലാകാരി മാത്രമല്ല നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ വരെ ഉണ്ട് ഇവിടെ അല്ലേ? അതെ. अनु अनु हम लोग अभी इतना आदमी है, ये कुट्टियल को कैसे मालूम पड़ा? आप कुट्टियल के बारे में बोला ना. मैं नहीं जानती हूँ, आपका नाम बड़ा क्यूट है, कुट्टी अखिल. Only name cuteness. Name cute है, आप भी ഈ പറഞ്ഞ बीमारी है. ഇത് പറഞ്ഞ He is cute. He is cute. താങ്ക് യു അങ്ങനെ ഒന്നും പറയല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇന്ന് അമേരിക്ക പോലെ നീ പോവല്ലേ? ആദ്യമായിട്ടാണ് ഈ സ്റ്റേജിൽ വന്ന നിനക്ക് ഒരാള് വന്ന് ഇത്ര നല്ലൊരു വേർഡ് പറഞ്ഞത്. കാരണം കുട്ടി മലയാളി അല്ല. അതാണ് കുട്ടി അതല്ല മലയാളി അല്ല. ഇതിന്റെ സംഭവം അതല്ല. മധ്യപ്രദേശിൽ പോലും ഞാൻ ചർച്ചാ വിഷയമാണ്. സത്യം, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോലും ലുക്ക് ഔട്ട് നോട്ടീസ് ഉണ്ട്. ഞാൻ പോയപ്പോ കാണുകയും ചെയ്തു. കുട്ടിയല്ലേ ഇൻഡോറിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. നീ ഇവിടെ നിന്ന് പോയി ഇൻഡോറിൽ പോയി ഒരു കുട്ടിയെ കല്യാണം കഴിക്കണം. Hey bhai, कोई लड़की है इंडोर में? എനിക്ക് ഔട്ട്ഡോർ ആണ് शादी करवानी. अन्नू, आपको बहुत सुंदर लड़की है तो उसको शादी करो. हाँ. आप 10 साल पहले मिलते तो मैं कर लेती. 2 വർഷം മുമ്പേ അന്നു നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് കല്യാണം കഴിച്ചു. എന്റെ ദൈവമേ. എങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി പിന്നെ ജീവിതത്തിൽ ചെയ്യൂല. പിന്നെ ലൈഫേ കോമഡി ട്രാജഡി ആയ ജീവിതം. അല്ലല്ല, സ്റ്റാൻഡപ്പ് കോമഡിയാണ് എല്ലാ ദിവസവും. ഹലോ, ഇറ്റ്സ് എ സീരിയസ് ജോബ്. അന്നു, വി ഓൾ ലവ് യു. താങ്ക് യു. Thank you. യെസ്, അപ്പൊ എന്തായാലും അനുവിനെ വീണ്ടും നമ്മൾ കാണുമെന്ന പ്രതീക്ഷയിൽ ഈ തമാശ നിലനിൽക്കുന്നില്ല. ഇനിയും ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുമായിട്ട് അനു ഒന്നും പറയാനില്ല. എനിക്ക് മലയാളം അറിയില്ല എന്ന് ഞാൻ സമ്മതിച്ചു. അനു ഒരു ബ്രേക്ക് അങ്ങ് പറഞ്ഞു. അനു അപ്പൊ ഈ ജോലിയും ഞാൻ എടുക്കുവാണ്. ബംഗാളികൾ എല്ലായിടത്തും ജോലികൾ എടുക്കുവാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ബ്രേക്ക്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇനി നമ്മുടെ ടീം, അതായത് തെക്കേക്കരക്കാരുടെ കേട്ടിലും ഒരു പെർഫോമൻസ്, ചിരിക്കാനുള്ള ഒരു വകുപ്പ് നമ്മൾ ഇവിടെ ഒരുക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഞങ്ങൾ കൂടുതൽ സംസാരമൊന്നുമില്ല. നല്ലതാ. ഒരു 3 കിടിലങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ സ്ഥിരമായി ചിരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സുട്ടുമണിയുടെ ടീം. അതില് ഒരാളെന്നില്ല, പക്ഷെ 2 പേരുണ്ട്. അവര് മതിയല്ലോ ചിരിപ്പിക്കാൻ. വിളിക്കാം, നമുക്ക് വിളിക്കാം. ബാറ്ററി ഉണ്ടെങ്കിൽ ബാറ്ററി ഓൺ. പറഞ്ഞോടാ. ലെറ്റ്സ് വെൽക്കം സുബീഷ് ആൻഡ് ജെൻ. സുബോബ്. പഠിക്കാൻ വിട്ടപ്പ മനക്കലെ മാവിനെ കല്ലെറിഞ്ഞില്ലേ ഇന്ന് രണ്ടിലൊരു കാര്യത്തിൽ ഞാൻ തീരുമാനാക്കും. അച്ഛാ, എന്താടാ അച്ചോ, കാര്യം പറയടാ. ഒന്നിങ്ങ് വന്ന നിങ്ങള്. കളർ മീൻ അല്ല അച്ഛാ, ഞാൻ ഒരു കാര്യം പറയാം. മൂട് പൊക്കിട്ടേ എനിക്ക് കോളേജിൽ പോകാൻ പറ്റുള്ളൂ. നീ അപ്പൊ ഇങ്ങനെ പോവോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മൂട് പൊന്തിയ ബൈക്ക് ഉണ്ടെങ്കിലാ ഞാൻ കോളേജിലേക്ക് പോകണോന്ന്. എന്താടാ ഞാൻ 2K അല്ലേ? നീ 2K അല്ല, PK. മനസ്സിലായില്ല? അന്യഗ്രഹ ജീവി. ജീവിക്കുന്ന പോലും എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. അച്ഛാ, മൂട് പൊന്തിയ ബൈക്ക് ഇല്ലാണ്ട് എനിക്ക് കോളേജിലേക്ക് പോകാൻ പറ്റില്ല. അവനൊക്കെ ഇപ്പൊ മൂട് പൊന്തിയ ബൈക്ക് കൊണ്ട് കോളേജിൽ പോകത്തുള്ളൂ. അതൊക്കെ എന്റെ ചെറുപ്പത്തില് ഞാൻ പാളയം നിറങ്ങിയ സ്കൂളിൽ പോയേക്കുന്നത്. അച്ഛാ, മൂട് പൊന്തിയ കാര്യം പറയുമ്പോ നിങ്ങൾ മൂട് കീറിയ കാര്യമാണോ പറയണേ? ചുമ്മാ വയ്ക്കാൻ പറ്റും, എന്തെങ്കിലും പറയണ്ടേ? അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ബൈക്കില്ലാതെ കോളേജിൽ പോകാൻ പറ്റില്ല. ശരി, നിനക്ക് ഞാൻ ബൈക്ക് മേടിച്ചു തരാം. ആ ബൈക്കിന് എത്ര രൂപ ആവും? ഒരു 2 ലക്ഷം രൂപ. അത്ര ഉള്ള എടുത്തരൂ. എന്റെ ഉറുത്തി വെച്ചേക്കുന്നു. എന്റെ 10 പൈസ നീ പറയുമ്പോ ബൈക്ക് മേടിച്ചു തരാം. അച്ഛാ, എനിക്ക് ബൈക്കിലാണ്ട് പോകാൻ പറ്റില്ല. എന്റെ പൊന്നു മോനെ, നീ ഈ സാജൻ സൂര്യയുടെ ഫിഗർ വിട്ട് ഇവിടെ കിടന്ന് ഇരിക്കില്ല കേട്ടോ. ശരി, ഞാൻ നിനക്ക് ബൈക്ക് മേടിച്ചു തരാം. ആ ബൈക്ക് മേടിച്ചു തന്നാ നീ എന്ത് ചെയ്യും? അച്ഛൻ ബൈക്കിന്റെ താക്കോലും ഇങ്ങോട്ട് തരുന്നതും ഒരു 100-110 കിലോമീറ്റർ സ്പീഡില് ഹൈവേ കൂടെ പറക്കും ഞാൻ. അപ്പൊ 108 വിളിക്കാൻ സമയമായി. അത് മാത്രല്ല, ദയാ കാണ മല കണ്ട ആ മലയുടെ മുകളിൽ കത്തിച്ചൊരു വിടല. ആ കത്തലാണേ ഉള്ള കേട്ടാ. പിന്നെ എനിക്ക് കുറച്ചും കൂടി സ്പിരിറ്റ് ഒക്കെ കയറണ്ടല്ല. ഞാൻ തിരിഞ്ഞിരുന്ന് ബൈക്ക് ഓടിക്കും. അപ്പൊ ഒരു തിരിച്ചു വരവും ഇല്ല. ഞാൻ നിന്നോട് കാര്യം ചോദിക്കട്ടെ, നീ എന്റെ മകനാണോ അതോ സർക്കസി ബൈക്ക് ഓടിക്കുന്ന കരടി വല്ലതാണോ? എന്താ എന്റെ അച്ഛനെ അങ്ങനെ ഒരു സംശയം? അല്ല, ഇങ്ങനത്തെ കുറെ ശേഷകൾ കേട്ടോണ്ട് ചോദിച്ചാട്ടാ. അച്ഛാ, അച്ഛനെ സ്കില്ലാണ് ഇല്ലാണ്ടാക്കണേ. എന്റെ എല്ല് ചവിട്ടി ഊർന്ന നീ ഉണ്ടായിരുന്നു. കഷ്ടം നോക്കിയാ. അല്ലെങ്കിലും അച്ഛനോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അച്ഛന് മുമ്പ് ഒക്കെ അറിയോ? അതിപ്പം നിർബന്ധമാണെ കാണിച്ചു തരാം.
മുണ്ട് പൊക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, മുമ്പ് പൊക്കണ കാര്യം, ബൈക്കിന്റെ ഫ്രണ്ട് പൊക്കണ കാര്യം. എനിക്ക് ആ പടം മുണ്ട് പൊക്കാൻ മാത്രം അറിയത്തുള്ളൂ. എനിക്ക് തോന്നതേ അച്ഛന് ഞാൻ പറഞ്ഞത് കിട്ടാഞ്ഞിട്ടാ. അതാ അച്ഛൻ ഇങ്ങോട്ട് വന്ന ഞാൻ പറഞ്ഞ അച്ഛാ, എനിക്ക് അച്ഛൻ ബൈക്ക് മേടിച്ച് തന്നിരിക്ക. പിറ്റേ ദിവസം തൊട്ടുണ്ടാ ഈ പഞ്ചായത്തിലെ എല്ലാ പെമ്പിളരും എന്റെ പുറകെ ഓടി വരും. അപ്പൊ ബൈക്കിൽ പോയി മാല പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. അയ്യോ എന്റെ പൊന്നച്ച, അതല്ല, ഇവരൊക്കെ എന്റെ ഫാൻസ് ആവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. കിട്ടും, ഇവന് കുറെ ഫാൻസ് കിട്ടും. എടാ എനിക്ക് തോന്നുന്നുണ്ടല്ലോ നിനക്ക് എന്തോ വലിയ അസുഖം ഉണ്ടെന്നാ. അസുഖ? എനിക്ക് എന്തോ സുഖച്ചാ? ഫുഡ് ബിറ്റ്വീൻ ബോൺസ്. അച്ഛാ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ വ്യക്തമാക്കിയതാ. തിന്നിട്ട് എല്ലിന്റെ അത് പോട്ടെ. എടാ ഇപ്പൊ നിനക്ക് ഈ പ്രായത്തിൽ ബൈക്കല്ല ആവശ്യം. എടാ നീ ഈ പ്രായത്തിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസമാണ് ആവശ്യം. അതുകൊണ്ട് നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അച്ഛാ ഞാൻ നല്ല അസലായിട്ട് പഠിക്കാൻ പോകണ്ടല്ലോ. നിന്റെ പോക്കിന്റെ കാര്യം പറഞ്ഞപ്പോളാ, ഇന്നലെ രാത്രി 12 മണിക്ക് ആ ചിഞ്ചുറാന്റെ വീട്ടിൽ നിനക്ക് എന്തായിരുന്നാ പരിപാടി? അത് പിന്നെ എക്സാമിന്റെ ഒക്കെ സമയല്ലേ, ഞാൻ കമ്പ്യൂട്ടർ അടിക്ക് പോയതാ. നീ പഠിക്കാൻ പോകണം എന്നാ കുഴപ്പമില്ല കേട്ടാ. ഒറ്റ സെക്കൻഡ്, ഈ 12 സമയത്ത് അച്ഛൻ എന്തായിരുന്നു അവിടെ പരിപാടി? അത് ഞാൻ അവിടെ ഒരു പേരന്റ്സ് മീറ്റിംഗിന് പോയതാ. അപ്പൊ പേരന്റ്സ് മീറ്റിംഗാ? പിന്നെ നിനക്ക് ഇതുണ്ടാക്കാണെങ്കിൽ എനിക്ക് പേരന്റ്സ് മീറ്റിംഗ് ഉണ്ടാക്കാം. ഓക്കെ കുഴപ്പമൊന്നുമില്ല. അച്ഛാ ഒന്നുകൂടെ വന്നേ, എനിക്ക് വേറൊരു കാര്യം വളരെ പേഴ്സണൽ ആയിട്ട് പറയാനുണ്ട്. എന്താടാ? അച്ഛാ ഈ പഠിച്ചിട്ട് നേരല്ലേ എന്നെ കൊണ്ട് കഴിയില്ല. അതെനിക്ക് പണ്ടേ അറിയാം. ഞാനതുകൊണ്ടേ എന്റെ ചേട്ടൻ ഇവിടെ പ്ലംബിംഗ് പണിക്ക് പോയിട്ട് നല്ലൊരു പ്ലംബർ ആയാലോ? ഈ ചേട്ടൻ എന്ന് പറയുമ്പോ എന്റെ മൂത്ത പുത്രനായിട്ട് വരത്തില്ലേ? അവൻ അടിപൊളി പ്ലംബറാണ്. ഈ വീടിന്റെ മൊത്തം പ്ലംബിംഗ് ചെയ്തവനാ. എത്ര കാശ് അച്ഛന് ലാഭിച്ചെന്നാ? ആണോന്ന് ഇവിടെ സ്വിച്ചിട്ട് അപ്പുറം ജലചാര വീട്ടിൽ വരും വെള്ളം. എവിടെയായാലും വെള്ളം വരുന്നില്ലേ? നീ അവനെ കാണുമ്പോ പറയാൻ കേട്ടാ, ആദ്യം പോയി ജലചാര വീട്ടിൽ ഒരു സ്വിച്ച് പിടിപ്പിക്കാൻ. അതെന്തിനാ? ഇവിടെ അങ്ങനെയാലും വെള്ളം വരട്ടണേ. എന്താണ് അച്ഛൻ നിങ്ങൾ ഇങ്ങനെ? അച്ഛന് എന്നെ ചേട്ടനെ കുറിച്ച് വേറെ ഒന്നും പറയാനൊന്നും. നിന്നെടാ ഞാൻ പറയാം, ഇതുപോലെ 2 കിഴങ്ങ് പിടിച്ച പിള്ളേര്. എടാ നിനക്കൊരു കാര്യം അറിയോ? നിന്നെയൊക്കെ ഓർത്തിട്ട് ഈ അച്ഛൻ രാത്രി ഉറക്കമില്ല. അപ്പൊ ഇതാണല്ലോ അച്ഛാ അച്ഛൻ ഇറങ്ങാത്ത വീട്. എന്റെ കൈപ്പാങ്ങി നിന്ന് മാറി നിൽക്കാവോ? അതെന്താ? അല്ലെ മകൻ ഉറങ്ങുന്ന വീടെന്ന് പറയേണ്ടത്. അച്ഛാ അച്ഛനിപ്പോ എന്നോട് പഴയ പോലെ ഒട്ടും സ്നേഹമില്ല. എടാ അങ്ങനെ നീ പറയല്. എടാ നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് നീ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നിന്നെ തല്ലിയ കണക്ക് മാഷിനെ തിരിച്ചെല്ലാൻ വേണ്ടി ഞാൻ പുള്ളിയുടെ വീട്ടിൽ വരെ ചെന്നാ. വീട്ടിൽ ചെന്നത് ശരിയാ, പക്ഷെ തല്ലു കൊണ്ടുവന്ന അച്ഛനല്ലേ. അതെങ്ങനെ കൊള്ളായിരിക്കും? നിന്നോട് ചോദിക്കേണ്ട ചോദ്യം പുള്ളി എന്നോട് ചോദിച്ചു, ഉത്തരം അറിയത്തില്ലെന്ന് പറഞ്ഞ പുള്ളി എന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അച്ഛൻ ബൈക്ക് മേടിക്കാനുള്ള പൈസ തരത്തില്ല. അതുകൊണ്ട് അച്ഛൻ ഒരു കാര്യം ചെയ്യും, എനിക്ക് ആ വീതം എന്താ 1-2 നമ്പർ ഉണ്ട്, പക്ഷെ ഞാനെ തന്നെ നീ പറയല്ലേ. പക്ഷെ വിളിക്കുകയും ചെയ്യല് കേട്ടോ. ഒറ്റ അത് ആ വിഹിതത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ആ വീടിന്റെ വിഹിതം തരാൻ. വീതം ഇപ്പൊ കിട്ടും, നീ വായം വിളിച്ച് മോളോട് നോക്കിയിരുന്നു. വീതം തരില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ സൗകര്യം പോലെ പിന്നെ മേടിച്ചോളാം. ഓക്കെ, പക്ഷെ എനിക്ക് നാളെ ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റും. എന്താടാ? എന്റെ കോളേജിൽ ഒരു PTA മീറ്റിംഗ് ഉണ്ട്, അവിടുന്ന് ഒന്ന് വന്ന് ഒപ്പിട്ട് തരണം. എന്റെ ഉയിര് പോയാലും നിന്റെ PTA മീറ്റിംഗിന് മാത്രം ഞാൻ വരത്തില്ല. അതെന്താ? എടാ ഈ PTA ഫുൾ ഫോം എന്നാടാ? പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ്. അത് നിനക്ക്, എനിക്ക് പിതാവിനെ തെറി പറയുന്ന അസോസിയേഷൻ. തെറിയല്ലേടാ ടീച്ചറും സാറും കൂടെ എന്നെ വിളിക്കുന്നത്. ഞാൻ നിന്നോട് കാര്യം ചോദിച്ചേ, നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? നീ എന്നേലും ഒന്ന് രക്ഷപ്പെടുകൂടാവേ. അച്ഛാ കഴിവിന്റെ കാര്യം മാത്രം അച്ഛനോട് ചോദിക്കരുത്. എന്റെ ഉള്ള കഴിവ് ഫുള്ള് പുറത്തെടുത്തിട്ടാണ് ഞാൻ ആ റീൽസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഒന്നങ്ങോട്ട് വൈറലാവണില്ല. എങ്ങനെ വൈറലാകും? പക്ഷെ നീ വൈറലായാലും ഞാൻ വൈറലാകുന്നുണ്ട്. അമ്മ ഒരു കമന്റാ നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതല്ലടാ, ഞാൻ വന്നപ്പോ തൊട്ട് ആലോചിക്കുമായിരുന്നു, എന്താടാ നിന്റെ കഴുത്തിലൊരു ചുമന്ന പാട്? അത് പിന്നെ അച്ഛാ ഒരു പ്രായപൂർത്തിയായ മകൻ ഷഷ്ടിപൂർത്തിയാവാറായ അച്ഛനോട് അത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അതെ എന്റെ കാമുക അടിച്ച ലവ് ബൈറ്റാ. മോനെ നീ വന്നേ, ഞാൻ നിന്റെ അച്ഛനാണ്. അപ്പൊ എനിക്കറിയാം നിന്റെ ശരീരത്തിൽ ഒരു പെണ്ണ് കടിക്കത്തില്ലെന്ന കാര്യം. അല്ലാതെ ഉള്ള കാര്യം പറ. ഞാനായിട്ടൊന്നും മറച്ചു വെക്കുന്നില്ല. സത്യം പറയുകയാണെങ്കിൽ ഇന്നലെ കിടന്നുറങ്ങുമ്പോ ഒരു കുഞ്ഞു മൂട്ട അടിച്ചതാ. അത് ഒരു ആൺമൂട്ടായിരിക്കും അല്ലേ? അതെങ്ങനെ അച്ഛന് മനസ്സിലായി? കടി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അച്ഛാ എനിക്ക് പെണ്ണ് കിട്ടാത്തല്ല, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും വിചാരിച്ച പോലെ അങ്ങോട്ട് സെറ്റ് ആവണില്ല. പെണ്ണ് സെറ്റ് ആക്കണ ആയി നമുക്ക് ഇച്ചിരി കഴിവൊക്കെ വേണം. കഴിവ് അച്ഛന്റെ കഴിവല്ലേ മക്കൾക്ക് കിട്ടുള്ളൂ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, 1-2 നമ്പർ ഒന്ന് ഇട്ടോക്കെ, ഞാൻ അത് വെച്ച് അങ്ങ് വളർത്തി കാണിച്ചു തരാം. സംഭവം എന്ന് വെച്ചാലേ 1-2 പറഞ്ഞു തരാം, ഉപകാരപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് സംഭവം വെച്ചാലേ, എടാ നമ്മൾ പെണ്ണുങ്ങളെ വിളക്കാൻ പോകുമ്പോ അല്പം റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് പോണം. സംഭവം വെച്ചാലേ, നമ്മൾ അവര് വരുമ്പോഴത്തേനും ഒരു റോസാപ്പൂ എടുത്ത് അവരെ നോക്കി നിൽക്കണം. എന്നിട്ട് നോക്കി നിന്നിട്ട് അവര് വരുന്ന സമയം നോക്കി നമ്മൾ അവളെ കാണാൻ വേണ്ടി ഇങ്ങനെ റോസാപ്പൂ ഇട്ട് മുട്ട് കുത്തി നിൽക്കണം. എന്നിട്ട് വിൽ യു മാരി മീ എന്ന് ചോദിക്കട്ടെ. അല്ല, അവളുടെ കാലെ പിടിച്ച് പട്ടി മോങ്ങുന്ന പോലെ പക്ഷെ എനിക്ക് വേറെ ചില കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. എന്താടാ? അച്ഛൻ ഇത്രയും പ്രണയത്തെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് അച്ഛന്റെ ആയ കാലത്ത്
അച്ഛനൊരു കില്ലാടെ ആയിരുന്നിരിക്കണം. എടാ, എന്റെ ആയ കാലത്തുണ്ടല്ലോ എന്നെ നാട്ടുകാരനെ വിളിച്ചോണ്ടിരുന്ന അറിയോ? കാസിനോവ. എന്താ അതിന്റെ അർത്ഥം? പ്രേമിച്ച് കൊതി തീരാത്തവൻ. അങ്ങനെ പ്രേമിച്ച് 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 അവസാനം ഞാൻ നിന്റെ അമ്മയെ കണ്ടുമുട്ടി. അന്നത്തോടെ പ്രേമം ഞാൻ വെറുതെ പോയി. നീ എന്റെ കീഴേന്ന് മാറിയുന്നു, അല്ലെ നിനക്ക് ഒറ്റ അടി എന്നെ അടിച്ചിട്ട് എന്താ കാര്യം? അവളുടെ അതേ ഷേപ്പാ നിനക്ക്. അമ്മമാരുടെ ചായ മക്കൾക്ക് ഉണ്ടാവില്ലേ? അതിലും വർത്താനം പറയണേ. അതെ, അച്ഛനും അമ്മയും തമ്മിലുള്ള ലവ് മാറ്റേഴ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ തീർക്കണം. എനിക്ക് അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു, അച്ഛൻ ബൈക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിരാഹാരം കൊടുക്കും. അങ്ങനെയാണ് ഞാൻ നിന്റെ കൂടെ കിടക്കും. അതെന്തിനാ? ഇവിടെ കഞ്ഞി വെള്ളമുള്ള കാര്യം നിനക്കറിയത്തില്ലടാ. അയ്യോ, ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ച വീട്. ഓ, ഇപ്പൊ ഇവന് ദാരിദ്ര്യം നോക്കണപ്പോ എന്തോ പുച്ഛം പോലെ. എടാ, നിനക്കൊരു കാർ അറിയോ? പണ്ട് ഞാനൊക്കെ മുണ്ട് മുറുക്കി കൊടുത്താണ് നടന്നിരുന്നേ. എന്തിനാന്നറിയാവോടാ? നിക്കറും മേടിക്കാൻ പൈസ ഇല്ലാത്ത കാരണം. അതല്ലടാ, എടാ പട്ടിണി കാരണം. പട്ടിണിയെ? ഇവന്റെ ഒക്കെ പ്രായത്തിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ എന്തോ അതിശയം പോലെ. എടാ, പട്ടിണി നീ കടന്നിട്ടുണ്ടോടാ? അത് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടം പോലെ പട്ടിണി കടന്നിട്ടുണ്ടോടാ. അപ്പൊ ആഹാരം ഒന്നും കഴിക്കില്ലേ? ഞാൻ കഴിക്കും, ഒരു വേല കഞ്ഞിയൊക്കെ ഞാൻ കുടിക്കും. പിന്നെ എങ്ങനെ പട്ടിണി ഇല്ലാതിരിക്കും? അമ്മാര് കാറ്റല്ല അച്ഛൻ കയറ്റിക്കൊണ്ടിരിക്കണേ. അച്ഛാ, കോമഡി ടൈം കഴിഞ്ഞു. ഇനി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യത്തിൽ കിടക്കാം. അച്ഛൻ ബൈക്ക് മേടിച്ചാലും ഉദ്ദേശമില്ലെങ്കിൽ ദേ ഇത് കണ്ടാ, ഞാൻ ഇത് എന്തിനാ കൊണ്ടുനടക്കണമെന്നറിയോ? ഈ വിഷം പുരട്ടെ പഴം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. നിനക്ക് തെറ്റി. ഒരു പഴം മറ്റൊരു പഴത്തെ കൊല്ലത്തില്ല. ഈ അപമാനാണ് പ്രശ്നം. ഞാൻ കാണിച്ചു റോസ്റ്റ് ഉണ്ടോ? അല്ല, നല്ല റോസ്റ്റ്. നീ ക്ലൈമാക്സിൽ പോലും ലീഡ് ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ടീം ആയതുകൊണ്ട് പറയല്ല, നല്ല കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട തെക്കേക്കര നിവാസികളെ, എന്തോ ഞങ്ങളുടെ ഗംഭീരമായ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ വായിൽ നിന്നും നല്ല നല്ല വർത്തമാനങ്ങൾ. ഞാൻ കാര്യം പറയട്ടെ, എനിക്കാണെങ്കിൽ നമ്മുടെ അച്ഛന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്ര വീട്ടിൽ പോയിട്ട് തലക്കുഴിഞ്ഞ് എന്തെങ്കിലും ഇടറ കേട്ടോ. കാരണം നിന്നെല്ലാം കൂടെ കണ്ണു വയ്ക്കും. നമ്മള് ഉള്ളതാണെന്ന് പറയും. താങ്ക് നല്ല സ്കിറ്റായിരുന്നു. നല്ല നിങ്ങളെ പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഡെയിലി അല്ല എല്ലാ സ്കിറ്റിലും നിങ്ങളേതായ ഒരു Signature. കൊണ്ടുവരും. പിന്നെ പറയാൻ പറ്റുന്നില്ല. അല്ലല്ല, ഇവനെ പറഞ്ഞില്ല, എടാ സാജിദ് സൂര്യയുടെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇവനെ കണ്ടതാളോട്ട് ഞാൻ ഇവിടെ നിന്ന് കറക്റ്റ് സാജൻ ചേട്ടൻ, പണ്ടത്തെ സാജൻ ചേട്ടൻ കറക്റ്റ് അല്ലേ സാജൻ ചേട്ടൻ? കളർ മീനൊക്കെ കറക്റ്റ് ആയിരുന്നു. യെസ് പ്രമാണി, എനിക്ക് ഈ റൊമാൻസ് ചെയ്യുന്ന ആ ഒരു ടാക്ടിക് ഇല്ല, എങ്ങനെയാണ് കണ്ണ് നോക്കി അത് എന്നെയാണോ നോക്കിയത് എന്നൊക്കെ എനിക്ക് ഫീൽ വന്നു. ഞാൻ മ്യൂസിക്കൽ ഇങ്ങനെ വരണോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. ആയിരുന്നോ ശ്വേത ചേച്ചിക്ക് വേണ്ടിയായിരുന്നോ അത്? പറയാം, ഒന്നും കൂടെ പറയാം. ഒന്നും കൂടെ ആ പ്രണയം തരാൻ റെഡിയാണ്. ഒന്ന് ശ്വേത ചേച്ചിക്ക് വേണ്ടി അതാ. ചേച്ചി, ഇതായിരിക്കും ശ്വേത ചേച്ചിയുടെ ഏറ്റവും ബെസ്റ്റ് റൊമാൻറ്റിക് മൊമെന്റ്. പ്രണയിച്ചിട്ടുണ്ടോ? എത്ര വട്ടം? അത് കൊറേ വട്ടം ഉണ്ട്. ഒരാളെ പ്രണയിക്കുന്നുണ്ട്. പിന്നെ നോക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആവണ്ടേ, ഒരാളെ പ്രണയിക്കും വേറെ നോക്കരുത്. ഇപ്പൊ പ്രണയിച്ചോണ്ടിരിക്കാണ്. അയ്യോളോ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ചുട്ടുമണി എന്നൊക്കെ പറയുന്നതിനൊക്കെ കുശുമ്പുണ്ടോ? ഭയങ്കര പൊസസീവ് ആണോ കുട്ടി? ചെറുതായിട്ടൊക്കെ. അത് ഭയങ്കര ഞെട്ടിക്കും. ഞങ്ങളുടെ ഫാൻസിന് ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. ഞാനിപ്പോ ചോദിക്കണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്കിനി നമ്മുടെ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം. യെസ്, നോക്കാം. നമ്മൾ ഇത്രയും ചിരിച്ചു, എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത്. കമോൺ. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, യെസ്, അത് ട്രാൻസ്ഫർ ചെയ്യാവോ? ഓ യെസ്. Set. Yeah.
എനിക്ക് തോന്നുന്നു ശ്വേത ചേച്ചി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം സ്പെഷ്യൽ ആണ്. ഇന്ന് മുതൽ ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡുകളും വളരെ സ്പെഷ്യൽ ആയിരിക്കും. കാരണം പുതിയൊരു ഫീൽ ഗുഡ് മൊമെന്റ് അല്ലെ, നമ്മുടെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറി, പ്ലേസ്മെന്റ്സ് മാറി, നമ്മളെല്ലാരും ഒരു വാശിയിലാണ് ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. അതും വെറും വാശിയല്ല, ഒരു ഫൺ എലമെന്റ് കോമഡി വാർ. ഭയങ്കര റിഫ്രഷിംഗ് ആണ് അല്ലെ ചേഞ്ച് വന്നപ്പോ. അതെ അതെ, സീറ്റ് മാറിയപ്പോഴേ പുതിയ ആൾക്കാരുടെ കൂടെ ഒക്കെ ആയപ്പോ എനിക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ പുതിയ മുഖങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവരെ അറിയാൻ വേണ്ടി ചെറിയ രീതിയിൽ നമ്മൾ അവരെ ഒന്നൊരു ചെറിയ ടാസ്ക് ഒക്കെ കൊടുത്ത് കുഞ്ഞു പണിയൊക്കെ ചെയ്യിപ്പിച്ച് അല്ലെ. യു മീൻ നടയടി? ഇന്ന് അടിക്കാൻ നമുക്ക് ആരെ വിളിക്കണം? നമുക്ക് ഒരു കാര്യം ചെയ്യാം. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അവിടെ. എന്നാലും നമുക്ക് റൂമില് ശ്രീവിദ്യ അർജുനോടെ കേട്ടിട്ട് ശ്രീവിദ്യയുടെ കോമഡി ഏൽപ്പിച്ചാലോ? അത് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അതൊരു 2 മണിക്കൂർ ഇരുന്ന് കേക്കട്ടെ. എന്നെ 11 വർഷം മുന്നേ അറിയണ ആളാണ്. ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വന്നത്. അതിനേക്കാളും വലിയ ശിക്ഷ പുള്ളി അർഹിക്കുന്നില്ല. അപ്പൊ ഓൾറെഡി ജീവപര്യന്തം കഴിഞ്ഞിറങ്ങിയതാണ്. ഇനി നിങ്ങൾക്കൊന്നും താഴ്ത്താൻ പറ്റൂല. പിന്നെയാണ് ഞാൻ പെരുമ്പാവൂരിന്ന് പുള്ളിനെ ഇറക്കിയത്. പെരുമ്പാവൂരിന്ന് ബംഗാളികൾ വരും, പക്ഷെ അർജുൻ ഗോപാൽ ഞാൻ വിളിച്ചാലേ വരത്തു. അത് പൊളിച്ചു. പക്ഷെ ഇവിടെ ഇപ്പോൾ അർജുൻ ഗോപാൽ ഞാൻ വിളിച്ചാലേ വരുള്ളൂ. ചേട്ടാ അങ്ങനെ ഏത് പെണ്ണ് വിളിച്ചാലും പോകും. നല്ലൊരു കൈ. നമ്മുടെ സെന്റർ സ്റ്റേജിലേക്ക് അർജുൻ ഗോപാൽ നടത്തത്തിലൊക്കെ ഒരു സ്റ്റൈൽ വന്നല്ലോ. അത് ഉളിക്കതൊക്കെ സംഭവം നമ്മൾ എതിർ ടീം ആണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ആങ്കർ ആയതുകൊണ്ട് ഞാൻ നോക്കി കൂടി നിൽക്കാൻ പറയാൻ പറ്റില്ല. ബൈ പറഞ്ഞു. അതായത് നമ്മുടെ വടക്കേക്കരയുടെ പ്രതിനിധിയാണല്ലോ അർജുൻ. വേണമെങ്കിൽ ഇരട്ടി മധുരം പോലെ അർജുൻ പാട്ട് പാടുമ്പോൾ വേണമെങ്കിൽ ശ്രീവിദ്യ 2 സ്റ്റെപ്പ് വയ്ക്കാം. നന്നായിരിക്കും. എനിക്ക് കുഴപ്പമില്ല, നിങ്ങളുടെ ടീമിനാണ് ബാധിക്കുന്നത്. ശ്രീവിദ്യ സ്റ്റെപ്പ് വയ്ക്കുന്നത് വേറെ കാര്യമുണ്ട്. ശ്രീവിദ്യ ഡാൻസ് പഠിപ്പിച്ച മാസ്റ്ററാണ് ഈ ഇരിക്കുന്നത്. ശ്രീവിദ്യക്ക് സ്റ്റെപ്പ് കുറെ കാലില് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശ്രീവിദ്യ കാലില് സ്റ്റെപ്പ് നടന്നു, കയ്യിൽ മാത്രമേ സ്റ്റെപ്പ് വരുന്നുള്ളൂ. അങ്ങനെ ശ്രീവിദ്യ ചെയ്ത പരിപാടി ഷോ തുടങ്ങാൻ സമയം വലിയ പാവാടയില്ലേ, അത് തള്ളവിരൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന പാവാട ഇട്ടിട്ടേ കീലും പാട്ടൊക്കെ ഡാൻസ് മാസ്റ്ററെ രാത്രി നിർത്തി തയ്ച്ച് എന്നെ അന്ന് ആൾക്കൂട്ടത്തിന് നടുവിലേക്ക് തള്ളിവിട്ടിട്ട് ഇന്നാണ് കാണുന്നത്. സത്യമാണോ? കണ്ടോ, ആദ്യമായി ഒരു കേസ് തെളിയിച്ച. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 5 കൊറിയോഗ്രാഫർമാരെ ഫീൽഡോട്ടാക്കിയ മഹതിയാണ്. 5 പേരും ഇപ്പൊ എത്ര പേര് പണിക്കണമെന്നറിയാമോ? ശരി, നമ്മൾ സബ്ജക്റ്റിൽ നിന്നും മാറിപ്പോകുന്നു. തിരിച്ച് നമുക്ക് പാട്ടുകാരിലേക്ക്. എല്ലാ ഗേൾസിനും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി മ്യൂസിക്. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നനാരനനാര മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്ര ലൈവായിട്ട് ഞാൻ മറ്റേ നമ്മള് റീൽസിൽ കേൾക്കുന്ന പോലെ അല്ല, ലൈവായിട്ട് കേൾക്കുമ്പോ ഭയങ്കര ഫീല്. ഇപ്പൊ തന്നെ എല്ലാവർക്കും അല്ല, ഭർത്താവിന് ഐ ലവ് യു അയക്കാൻ തോന്നി. ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടൻ പാടിയത് മഞ്ഞു പോലെയാണെങ്കിലും ചിലരുടെ നെഞ്ചത്ത് കല്ലായിരുന്നത്. തീർച്ചയായും അതാള് ഒറ്റയ്ക്ക് അങ്ങ് ഈ മാമന്മാരുടെ ഒക്കെ കൂടെ ഒറ്റ ചെറുപ്പക്കാരനായിട്ട് നടക്കുകയായിരുന്നു. ഇന്ന് അതൊക്കെ പോയി. അല്ല, ശരിക്കും നമ്മുടെ കൂട്ടത്തിലെ പാടാനറിയാവുന്ന ഒരാള് വന്നു. അതെ, വേറൊരു പ്രത്യേകത അറിയാമോ? അവർക്കിടയിൽ കഴിവുള്ള ഒരുത്തരെ കിട്ടി. സത്യം, അതാണ് അവർക്കിടയിൽ. അപ്പോഴും നിങ്ങളുടെ ബ്ലാങ്ക് ആണല്ലോ. ഞാൻ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച് കോമഡി മാസ്റ്റേഴ്സിൽ എനിക്കൊരു പാർട്ടാവാൻ പറ്റിയതിൽ. അലീനയും പണ്ട് ഞാൻ ഒരുമിച്ച് ഒരു പരിപാടി ആങ്കർ ചെയ്തപ്പോ തൊട്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, എടാ നമ്മൾ എന്നാ ഇനി ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജ് ഷെയർ ചെയ്യാന്ന് ചോദിച്ചു. അല്ലെന്ന് അന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു. പിന്നീട് നമ്മളെപ്പോഴും സ്റ്റേജ് ഷെയർ ചെയ്യാന്ന്. ഇല്ലില്ല, അതാണ്. അപ്പൊ എന്തായാലും അളിയ, ഈ കെയറിങ്ങും ഷെയറിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഉള്ള 2 വ്യക്തികളെ പറ്റി എനിക്ക് പറയണം. ഇന്നത്തെ മെയിനും ഇത് ബ്രൈറ്റ് എന്ന് പറയുന്ന പുതിയൊരു ടൈറ്റിലും കൂടെ ഇനി മുതൽ നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോവുകയാണ്. അതായത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിനും ഉണ്ടാവും. അതോടൊപ്പം തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. അപ്പം 2 പേർക്കായിരിക്കും
ഇനി മുതൽ സ്ഥാനങ്ങൾ കിട്ടാൻ പോകുന്നു. 2 ടൈറ്റിൽ അല്ലേ? 2 ടൈറ്റിൽ. ഓക്കെ, അപ്പൊ എനിക്ക് അറിയാം ആർക്കാണ് ഈ 2 ടൈറ്റിൽ കൊടുക്കാൻ. സൂപ്പർ. ഞാൻ ഭയങ്കര ഇന്നത്തെ എപ്പിസോഡ് എല്ലാം കണ്ട് ഐ എം വെരി ഹാപ്പി. അപ്പൊ ഇന്നത്തെ 2 ടൈറ്റിലും ഞാൻ പറയാൻ പോവാണ്. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ അർജുൻ. എന്റെ ഞെട്ടലായിരുന്നു. പക്ഷേ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഭയങ്കര കിടിലൻ ഒരു എന്താ പറയാ ഒരു കൗണ്ടർ അടിച്ചു. കൗണ്ടറിനോ? വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു കൊറിയോഗ്രാഫർ. ബിക്കോസ് ഇന്ന് വരെ ശ്രീവിദ്യേനെ ഡാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റി. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ചേച്ചി ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ് ഇന്നത്തെ മെയിൻ ആയ നമ്മുടെ നൽകുന്നത്. And Willy White the Bride goes to Mithun. Congratulations. ഭദ്ര സ്കൂൾ ഓഫ് ആർട്സ് മലപ്പുറം അല്ലെ, അതിന്റെ കൊറിയോഗ്രാഫറാണ് മിഥുൻ. ഇനിയും ഒരുപാട് സെലിബ്രിറ്റികളെ ഇതുപോലെ തന്നെ കൊറിയോഗ്രാഫി ചെയ്യാം. അതോടൊപ്പം തന്നെ ഫാഷൻ ഡിസൈനിങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു കൂട്ടുകാരനെയും കിട്ടി, പുതിയൊരു കൊറിയോഗ്രാഫറിനെയും കിട്ടി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുപോലെ പുത്തൻ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ ബൈ.